ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമലയും വൈജയും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട്, കമലയെടുത്ത് സൂക്ഷിച്ചോ, മനുവും അനിയനെയും തമ്മിൽ പ്രണയമാണെന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് പറയട്ടോ. കമലയ്ക്ക് ആകെ ടെൻഷനാകും കേട്ടോ. നീ എന്താ വൈജയ് പറയുന്നത്? ഉറപ്പായിട്ടും അവൻ നോക്കിക്കോ, അവളെ കല്യാണം കഴിക്കും, അവർ തമ്മിൽ പ്രണയമാണെന്ന് പറയും. അപ്പോൾ കമൽ പറയുന്നുണ്ട്, വൈജയ് അവനല്ലേ അവളെ അവിടുന്ന് കൊണ്ടുവന്നത്, അതിൻ്റെ ഒരു അടുപ്പാണ്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും അടുപ്പില്ല എന്ന് പറയട്ടോ. അപ്പോൾ വൈജയൻ്റെ ഉവ്വ നോക്കിക്കോ എന്ന് പറയട്ടോ. അപ്പോൾ കമൽ പറയുന്നുണ്ട്, പിന്നെ അവന് വട്ടല്ലേ വേലക്കാരിനെ കല്യാണം കഴിക്കാൻ എന്നൊക്കെ പറയും. കണ്ടറിയാം എന്ന് പറയും കമലല്ല വൈജയന്തി. അപ്പോഴേക്കും മുത്തശ്ശി വിളിച്ചിട്ട് വൈജയന്തിനോട് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നില്ല കേട്ടോ. ഞാൻ എവിടെയായാലും നിങ്ങൾക്ക് എന്താ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ, എന്നെ ആർക്കാ വേണ്ടത്, ആർക്കും വേണ്ട എന്ന് പറയും. അപ്പോൾ വൈജയെ നീ കൊല്ലപ്പള്ളിയിലാണോ എന്ന് പറയട്ടോ. അതൊക്കെ ഇതിന് അമ്മ അന്വേഷിക്കുന്നത്, ഞാൻ എനിക്കിഷ്ടമുള്ളിടത്തേക്ക് പോകുന്നൊക്കെ പറയാൻ. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്ക് 3 മക്കളുണ്ട് ഇവിടെ, അവരെ കാര്യങ്ങൾ നീ നോക്കണ്ടേ എന്ന് പറയാൻ. എൻ്റെ മക്കൾ 3 പേര് അവരുടെ കാര്യങ്ങൾ സ്വന്തം നോക്കാനായിട്ട് പ്രാപ്തിയായ ആൾക്കാരാണ്. അവരെ നോക്കാൻ പ്രത്യേകിച്ച് ഒരാൾ വേണ്ട. പിന്നെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അമ്മ അവിടെ സുഖിച്ച് തന്നെയാണ് ഇരിക്കുന്നത്, അമ്മനെ നോക്കാനായിട്ട് അമ്മയ്ക്ക് വേണ്ടപ്പെട്ട ആളവിടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുകയാണ് കേട്ടോ വൈജയന്തി. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ നീ എന്തായാലും കമല ആട്ടി പറഞ്ഞയക്കുന്നതിന് മുമ്പേ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരിട്ടാന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാണ്. പിന്നെ പറയുന്നത് നമ്മുടെ വൈജയും കമലയും കൂടി എത്തിയിട്ട് വീണ്ടും സംസാരിക്കുകയാണ്. കമല പറയും, അലീനെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ എന്താ ഒരു വഴി, ഞാൻ ശിവേട്ടനെ ഒന്ന് വിളിച്ചാലോ എന്ന് പറയട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കും, ശിവേട്ടനെ വിളിച്ചിട്ട് എന്താ, ശിവേട്ടൻ ഇവിടുന്ന് ആ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമോ? വരാനല്ല, ബാലേന്ദ്രനെ വിളിച്ചിട്ട് ഫോണിലൊന്ന് സംസാരിച്ചാലോ എന്ന് പറയട്ടോ. ഫോണിലൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, അതെ ഫോണിൽ സംസാരിച്ചാലൊന്നും ബാലേന്ദ്രൻ കേൾക്കാൻ പോകുന്നൊന്നുമില്ല എന്നൊക്കെ പറയും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ വൈജയന്തി പറയും, അതെ 3 പേരും വരണം, രാജീവനും ശിവേട്ടനും അങ്ങനെ എല്ലാവരും കൂടെ വരണം, രാഘവിമാമരെ മക്കളുണ്ട് അവരെയും കൂടെ വിളിക്കണം, എല്ലാവരും കൂടെ വന്നിട്ട് ബാലേന്ദ്രൻ്റെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കണം എന്ന് പറയട്ടോ. അപ്പോൾ കമല പറയും, അവരൊക്കെ എബ്രോഡല്ലേ, അവരൊക്കെ എങ്ങനെ ഇത് വരാം, നിൻ്റെ ബാലേന്ദ്രൻ്റെ സൗന്ദര്യപ്പടക്കം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു മരിപ്പിന് തന്നെ വരാൻ അവർക്ക് മടിയാണ് എന്ന് പറയുമ്പോൾ കമല. അപ്പോൾ വൈജയന്തി പറയും, എനിക്ക് 3 തടിമാടന്മാരുള്ള ആംഗ്ലന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായി, ഒരു കാര്യമില്ല, ഒരു ഉപകാരത്തിന് ഒന്നിനെയും കിട്ടാനില്ല എന്ന് പറയും. അപ്പോൾ കമല പറയും, ഒരെണ്ണം വന്നിരുന്നല്ലോ ഗംഗാധരൻ, എന്നിട്ട് എന്തായി എന്ന് ചോദിക്കട്ടോ. അപ്പോൾ പറയും, ഗംഗേട്ടൻ വന്നിട്ട് ബാലേന്ദ്രൻ്റെ ഭാഗമല്ലേ നിൽക്കുന്നത്, എന്നെ അടിച്ചിട്ടല്ലേ പോയതെന്നൊക്കെ പറയും. അപ്പോൾ അവരൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ എൻ്റെ ആങ്ങളമാർ, ശിവേട്ടനൊന്നും കണ്ണുരുട്ടിട്ടുണ്ടെങ്കിലേ എൻ്റെ ആങ്ങളമാർ ഇവിടെ പറന്നെത്തും, അവർ വരയ്ക്കുന്ന വര വിട്ട് പോകൂല എന്ന് പറയും. അപ്പോൾ വൈജയന്തി പറഞ്ഞു, എൻ്റെ ആങ്ങളമാർ അങ്ങനെ തന്നെയായിരുന്നു, പണ്ട് ബാലേന്ദ്രൻ എനിക്കൊരു ലവ് ലെറ്റർ തന്നെന്ന് പറഞ്ഞിട്ടേ മുഖത്തടിച്ച ആൾക്കാരാണ്, പക്ഷേ ഇപ്പോൾ ഒക്കെ അവരൊക്കെ മാറിപ്പോയി എന്ന് പറയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനെയും മുത്തശ്ശിനെയാണ് കേട്ടോ. എന്നാലും അവളിങ്ങനെ പറയാണ്ടൊക്കെ എങ്ങനെ പോകുന്നത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അലീന പറയും, ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല മുത്തശ്ശി, അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ വഴക്കിട്ടുണ്ടെങ്കിൽ പിള്ളേരെ കാര്യം നശിച്ച് ഓരോരോ തെറ്റുകളിലേക്ക് ചെന്ന് പെടും, ബബിയുടെ പോക്ക് കണ്ടിട്ട് എന്തോ ഒരാപത്തിൽ അവൾ ചെന്ന് വിടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് പറയട്ടോ. പിന്നെ കൃഷ്ണമോള് നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടിയാണ്, അവളെ ശരിക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ രോഹിത്തും അതെ, ഏതെങ്കിലും ഒരു കുഴി ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട്, ആ ഹരീനായിട്ടുള്ള കൂട്ടുകെട്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആദ്യം കണ്ടറിയേണ്ടത് അമ്മയാണ്, പിന്നെ അച്ഛനും, അല്ലാണ്ട് ഞാനല്ല. ഞാനൊരു കാഴ്ചക്കാരി മാത്രമാണ്. പക്ഷേ ഇതൊക്കെ കണ്ടറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യേണ്ട ആൾക്കാർ ഇതിനെക്കുറിച്ച് ഒന്നും അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയും, അതൊക്കെ ശരിയാണ്, നീ പറയുന്നതൊക്കെ ശരി തന്നെയാണ്, നീ പറയുന്നതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളുമാണ്, പക്ഷേ ഇതിലിപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ തമ്മിലുള്ള പ്രശ്നം തീർക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ മോള് സർവ്വ ആയുധങ്ങളും വെച്ച് കീഴടങ്ങണം, അല്ലാതെ ഇതിലൊരു രക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാണ്ട് പറ്റില്ല, അല്ലാതെ അവർ രണ്ടുപേരും തമ്മിലുള്ള വഴക്ക് മാറില്ല, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ദൈവമേ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ആകെ ടെൻഷൻ അടിക്കാൻ കേട്ടോ. 2 ആളും 2 വഴിക്ക്, ഇപ്പോൾ കണ്ടില്ലേ ചോദിക്കാണ്ടും പറയാണ്ടും ഇറങ്ങി പോവുകയും ചെയ്തു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്കിതൊക്കെ നോക്കി നിൽക്കാനേ പറ്റുള്ളൂ, ബാലേന്ദ്രൻ സാറ് പോകാൻ പറഞ്ഞാൽ ഞാൻ പോകും, അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണേ.
അതിനുശേഷം പിന്നെ കാണിക്കുന്നത് കമല ഹോം നേഴ്സിന് വേണ്ടിയിട്ട് വിളിക്കുകയാണ് കേട്ടോ, ഒരു നഴ്സിംഗ് സെൻറ്ററിലേക്ക്. അപ്പോൾ ഹോം നേഴ്സിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഹോം നേഴ്സ് ഇവിടെ റെഡിയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് അടച്ചിട്ട് ഹോം നേഴ്സിനെ കൊണ്ടുപോയിക്കോളൂ, രാവിലെ തന്നെ വന്നാൽ മതി എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വൈജയന്തി ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹോം നേഴ്സിനെ ബുക്ക് ചെയ്ത് കമല കൊടുക്കുകയാണ്. അപ്പോൾ കമലയ്ക്ക് സംശയം, അല്ല ഇതിപ്പോൾ ബാലേന്ദ്രൻ സമ്മതിക്കുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വൈജയന്തി പറയും, എന്തിനാണ് ഇതിൽ ബാലേന്ദ്രൻ്റെ സമ്മതം, എൻ്റെ അമ്മനെ നോക്കാനുള്ള ഹോം നേഴ്സിനെ ഞാനല്ലേ നിർത്തുന്നത് എന്ന് പറയും. അല്ല ഇനിയിപ്പോൾ ബാലേന്ദ്രൻ്റെ കാര്യങ്ങൾ നോക്കാനോ എന്ന് ചോദിക്കും. അതിന് ഞാനില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അതിന് നിന്നെ വേണ്ടല്ലോ, ചോര നീരുള്ള പെൺപിള്ളേരെ കണ്ടാലേ പിന്നെ എന്തിനാണ് തൈക്കളിയുമാർ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ മക്കൾ സംസാരിച്ചോളും, എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണമോളും പറഞ്ഞിട്ടുണ്ട്, അച്ഛനെയും അമ്മനെയും വഴക്ക് തീരാനാണെന്നുണ്ടെങ്കിൽ ഞാനും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ സംസാരിക്കും, രോഹിമോ സംസാരിച്ചോളും. ആ സംസാരിച്ച് നോക്ക്, അവർ 3 പേരും നീയും കൂടി ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയാൻ കേട്ടോ. ആ അതെ അതെ അങ്ങനെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ പോവുകയാണേ. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളെ വൈജയന്തി കാറിൻ്റെ കീ നോക്കിയെടുക്കാണ് കേട്ടോ. അപ്പം മനുവിൻ്റെ പെങ്ങളും കൂടെ നോക്കി നടക്കുന്നുണ്ട്. എൻ്റെ കാറിൻ്റെ കീ ഇവിടെ കമല വന്നപ്പോൾ കമലയും നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹരി നീ ആൻറ്റിയുടെ കീ കണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ കാറിൻ്റെ. അപ്പോൾ ഹരി ഇതാണോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇതെങ്ങനെ നിൻ്റെ കയ്യിൽ വന്നു? അതല്ല ആൻറ്റി വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ, ഒരു അൺനെസസറി നോയ്സൊക്കെ ആൻറ്റിയുടെ കാറിനുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഓരോരോ കംപ്ലൈൻറ്റ് ഉണ്ട് എന്ന് പറയട്ടോ. നീ എവിടെ കൊണ്ടുപോയി നോക്കി എന്ന് പറയട്ടോ. വർക്ക്ഷോപ്പിൽ എങ്ങനെ കയറിയോ? ആ ഞാൻ പാലാ വരെ ഒന്ന് പോയി, അവിടെ ഒരു വർക്ക്ഷോപ്പിൽ കയറി നോക്കി. ദേ കമലെടുത്തി ഇവനെൻ്റെ കാറും കൊണ്ടുപോയിട്ട് എന്തോ ഇടാകൂടെ ഒപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറയട്ടോ. ഇവനൊന്ന് സൂക്ഷിച്ചോ, ഇവനെ ആളത്ര ശരിയല്ല എന്ന് പറയട്ടോ. അയ്യോ ആൻറ്റി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയട്ടോ. അപ്പോൾ പെങ്ങൾ പറയുന്നുണ്ട്, അതേ ഫ്രണ്ടിനെ കൊണ്ടുവിട്ടിട്ട് വരികയായിരിക്കും എന്ന് പറയട്ടോ. പൊടി എവിടുന്ന് എന്ന് പറയട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നതേ കമലെടുത്ത് ഇവനെ സൂക്ഷിച്ചോട്ടാന്ന് പറയും. ഇവനെ ചീത്തയാക്കുന്നതേ രോഹിത്തും കൂടിയിട്ടാ എന്ന് പറയും. അപ്പോൾ വൈജയന്തി പറയും, ആ ഇവനവിടെ വീട്ടിൽ വന്നിട്ട് ചെയ്ത ഇടാക്കുടങ്ങളൊക്കെ കമലടത്തിയും കൂടെ അറിഞ്ഞതാണല്ലോ. അപ്പോൾ രോഹിത്ത് എന്തായാലും ഇങ്ങോട്ട് വന്നിട്ടില്ല, ഇവൻ അവിടെ വന്നിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറയും. അപ്പോൾ കമല പറയും, എനിക്കറിയാം വൈജയ്, ഇനിയിപ്പോൾ നമ്മൾ 2 പേരും കൂടെ അത് പറഞ്ഞ് വഴക്കടിക്കേണ്ടെന്ന് പറയും. അങ്ങനെ വൈജയ് പോകാൻ നേരത്ത് പറയും, എടാ കാർ എടുത്തുകൊണ്ട് പോകുമ്പോൾ ചോദിക്കാനുള്ള മര്യാദയെങ്കിലും വേണ്ടേന്ന് പറയും. ചോദിച്ചാൽ ആൻറ്റി തരൂല്ലല്ലോ, അതാണ് കാര്യം എന്ന് പറയട്ടോ. അപ്പോൾ വൈജ എന്തേ ഇവനെ സൂക്ഷിച്ചോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഹോം നേഴ്സിനെയും കൊണ്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ വൈജയന്തി. സുമിത്ര എന്നാണ് അവരുടെ പേര്. അപ്പോഴേക്കും പബ്ബി വന്ന് ചോദിക്കുന്നത് ആരാന്ന് ചോദിക്കുമ്പോൾ പുതിയ ഹോം നേഴ്സാണ്. അപ്പോൾ അലീനെ ഒന്ന് ചോദിക്കണം കേട്ടോ. അലീന എന്ന് തന്നെ പോട്ടെ. അപ്പോൾ അച്ഛൻ സമ്മതിക്കുമോ അലീനെ പറഞ്ഞയക്കാനായിട്ട്? അതിലിപ്പോൾ എന്തിനാ അച്ഛൻ്റെ സമ്മതം? പുതിയ എന്തായാലും ഒരു ഹോം നേഴ്സ് വേണമെന്നല്ലേ ഉള്ളൂ, അതിനെയാണ് ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്നത് എന്നിട്ട് വീടൊക്കെ കാണിച്ചു കൊടുക്കുക. വീട് കണ്ടപ്പോൾ തന്നെ എന്തൊരു വലിയ വീടാന്ന് പറയുമ്പോൾ വൈജയന്തി പറയും, അകത്ത് വായോ, അകത്ത് കണ്ടാലേ വീടിൻ്റെ വലുപ്പം ശരിക്കും അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണ്ട. നല്ല സ്നേഹത്തിലൊക്കെയാണ് കേട്ടോ വൈജയന്തി പെരുമാറുന്നത്. അപ്പോൾ പറയും ടി വി ഇരിക്കുന്ന റൂം ഏതാ എന്ന് പറഞ്ഞിട്ട് വൈജയന്തി നോക്കുക. വൈജയന്തി അത്ര ഇഷ്ടത്തില്ലാണ്ട് ടി വി ഇരിക്കുന്ന റൂം കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെ എനിക്ക് 6:30 തുടങ്ങി 10:30 വരെ സീരിയൽ കാണണം, പിന്നെ ഉച്ചയ്ക്കത്തെ സീരിയലും കാണണം, 12:30 തുടങ്ങിയിട്ട് 3:30 വരെ എന്ന് പറയാണ്. അപ്പോൾ വൈജയന്തി ചോദിക്കും, അപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിക്കും. അതൊക്കെ 12:30-ക്കുള്ളിൽ ഞാൻ ജോലിയൊക്കെ തീർത്തോളാം, വാ ദേ അമ്മരെ മുറി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുകയാണേ. അപ്പോൾ നമ്മളെ മുത്തശ്ശി വൈജയന്തി കാണുമ്പോൾ, ആ കമലെ നീ ഇപ്പോൾ വരുന്നുള്ളൂ എന്ന് പറയട്ടോ. ആ നീ എന്തിനാ ചോദിക്കാണ്ടും പറയാണ്ടൊക്കെ പോയത്? ഞാൻ എൻ്റെ വീട്ടിലേക്കല്ലേ ചോദിക്കാണ്ടും പറയാണ്ട് പോയത്, അല്ലാണ്ട് പുറത്തേക്കൊന്നുമില്ലല്ലോ. എന്നാലും ബാലേന്ദ്രനോട് പറയണ്ടേ? ബാലേന്ദ്രൻ എന്നോട് പറഞ്ഞിട്ടാണ് കോയമ്പത്തൂർക്ക് പോയത്, ഞാനും ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ലേ ഈ വീട്ടിലെന്നൊക്കെ പറയുകയാണേ. അപ്പോൾ വാ സുമിത്ര എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ കേട്ടോ. സുമിത്രയോ അതാരാ മുത്തശ്ശി ചോദിച്ചിട്ടാ. ഇതാണ് പുതിയ ഹോം നേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരെ നോക്കാൻ നോക്കിയിട്ടാ? അമ്മനെ നോക്കാൻ. എന്നെ നോക്കാൻ അലീനില്ലേ എന്ന് പറയട്ടോ. അലീന പോകല്ലേ എന്ന് പറയട്ടോ. എന്തിനാ അലീന പോകുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കട്ടോ. അവൾ പോകാൻ റെഡിയായിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുകയാണെന്ന് ഇന്നലെ പറഞ്ഞത് അമ്മ കേട്ടതല്ലേ, അവൾ പോയിക്കോട്ടെ, എനിക്ക് ഇഷ്ടമല്ല, അവൾക്ക് ഇവിടെ നിൽക്കാൻ വലിയ താല്പര്യമില്ല, അവൾ പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയട്ടോ. അപ്പോൾ ഈ പെണ്ണിന് വയസ്സായ ആൾക്കാരെ നോക്കാനൊക്കെ അറിയുമെന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണിൻ്റെ മുഖം കൊണ്ട് ദേഷ്യമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇവള് ഹോം നേഴ്സാണ് അമ്മേ, അവൾക്കറിയാം. എന്നിട്ട് പിന്നെ അലീനെ നോക്കിയിട്ട് പറയും, നീ ഇന്ന് തന്നെ പൊക്കോട്ടോ എന്ന് പറയട്ടോ. അപ്പോൾ വൈജയന്തിനോട് അലീന പറയും, ഞാൻ പൊക്കോളാം ഇന്ന് തന്നെയെന്ന് പറയും. അപ്പോൾ മുത്തശ്ശിക്കാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടം വരികയാണ് കേട്ടോ. ഇവർ ഇങ്ങനെ വൈജയന്തി ഇങ്ങനെ സംസാരിക്കണം കാണുമ്പോൾ. അലീനയാണെന്നുണ്ടെങ്കിൽ
ഫുഡിൻ്റെ പാത്രമൊക്കെ എടുത്ത് അവിടുന്ന് പോകും. അല്ല ബാലേന്ദ്രനോടും കൂടെ ഒന്ന് ചോദിച്ചിട്ട് മതിയായിരുന്നു എന്ന് പറയുകയാണേ. അതെന്താ ബാലേന്ദ്രനോട് ചോദിക്കുന്നത്? ഞാനും ഈ വീട്ടിൽ അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾ തന്നെയാണ്, ഇത് എൻ്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ട് ഹോം നേഴ്സിനെ കൊണ്ട് പുറത്തേക്ക് പോകുന്നു കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാം കേട്ടോ. നാളത്തെ എപ്പിസോഡിൽ ഹോം നേഴ്സിനെ പരിചയപ്പെടുത്താനായിട്ട് നമ്മളെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കുക്കമ്പർ വേണമെന്ന് പറയുമ്പോൾ ഞാൻ കുക്കമ്പർ സലാഡ് വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് വൈജയന്തി പറയുമ്പോൾ വൈജയന്തിനോട് പറയും, നീ എങ്ങാനും കുക്കമ്പർ സലാഡും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നിൻ്റെ മുഖം അടിച്ച് ഞാൻ ഓടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മളെ വേലക്കാരിയുള്ള ഹോം നേഴ്സിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പക്ഷേ ബാലേന്ദ്രൻ ഒരു പൊട്ടിക്ക് സമ്മതിക്കുന്നില്ല അലീനനെ പറഞ്ഞയക്കാനായിട്ട്. എനിക്ക് നീ കൊണ്ടുവന്ന ഹോം നേഴ്സിൻ്റെ ആവശ്യം വേണ്ട, നിനക്ക് അലീനരെ ആവശ്യമില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് അലീനരെ ഒരാവശ്യമില്ല എന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ അലീനോട് പറയാണ്, നീ ഇനി മേലുണ്ടാക്കുന്ന ഫുഡിന് ഒന്നും ഒരു തരി പോലും വൈജയന്തിക്ക് കൊടുത്തു പോകരുത്, എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അലീനനെ കാര്യങ്ങൾ പറഞ്ഞേൽപ്പിക്കുകയാണ്. ഇത് അവളുടെ അമ്മരെ നോക്കാനുള്ള ഹോം നേഴ്സും നീ എന്നെ നോക്കാനുള്ള ആളെന്ന് പറഞ്ഞ് മാറ്റി നിർത്താണേ. എന്നിട്ട് വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ ഇതിന് ദേഷ്യം പിടിക്കാനിട്ടോ, എൻ്റെ വാക്കിനൊരു വിലയില്ലേ, ഞാൻ ഈ വീട്ടിൽ ആളുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിൻ്റെ വാക്കിനുള്ള വില ഒന്നും ഇവിടെ ഇല്ല, എന്തായാലും നിനക്ക് ഞാൻ ആദ്യം തന്നിരുന്ന സ്ഥാനമൊന്നുമില്ല, ഇത് പുതിയ ബാലചന്ദ്രനാണ്, നീ മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പ്രമോല് പറയുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.